കന്യാസ്ത്രീകൾക്കുള്ള റേഷൻ കാർഡ് നമുക്കറിയാം. സപ്പോസ് നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. റേഷൻ കാർഡ് ഈ സർക്കാർ തന്നെയാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങളൂടെ അതിനകത്ത് ഇടപെട്ട് ഇത് വേണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ സിസ്റ്റർ മേരി ബനിഞ്ഞയുടെ കവിതയുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിൽ അതിന്റെ സിലബസിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ കവിത കൊണ്ടുവരാൻ കഴിഞ്ഞത് തീർച്ചയായും അത് സാംസ്കാരിക മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണ്. ചാവറ പിതാവിന്റെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അത് നീക്കം ചെയ്തിരുന്നു, വീണ്ടും കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ന് പല കാര്യങ്ങളും ഇപ്പൊ മോണ്ടി തേഴ്സ്ഡേ അവധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനേതെങ്കിലും സമുദായത്തിന്റെ അല്ല പറയുന്നത്. പലപ്പോഴും നിങ്ങൾ എന്ത് നേടി എന്ന് പലപ്പോഴും മീഡിയ ചോദിക്കുമ്പോഴും പല ആളുകളും ചോദിക്കുമ്പോഴും ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അത് ഒരു സമുദായത്തിന്റെ മാത്രമല്ല, മറ്റ് സമുദായങ്ങളെപ്പെട്ടും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ മുനമ്പത്തിന്റെ ഇഷ്യൂ, ആ മുനമ്പത്തിന്റെ ഇഷ്യൂവില് ഏറ്റവും ആദ്യമേ അവിടെ പോയി കണ്ടത് സംസ്ഥാന തലത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് പോയത്. അതിനുശേഷം അതിന് തീരുമാനമാകാതെ മാസങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വൈദികനും അവിടുത്തെ ആക്ഷൻ കൗൺസിലും പാലാ വീട്ടിൽ വന്നു. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട് അതിന് എന്ത് ചെയ്യാൻ കഴിയും, മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ഇത് കോടതിയിലുള്ള കാര്യമാണ്. അവർക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ലാൻഡ് ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ കോടതി അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ആ സെക്കൻഡിൽ ലാൻഡ് ടാക്സ് അടയ്ക്കുവാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. അവരെല്ലാം വന്ന് ലാൻഡ് ടാക്സ് എടുത്തു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അന്ന് വലിയൊരു ചർച്ചയായിരുന്നല്ലോ. ഒരു സമുദായത്തിനും എതിരല്ല ഞങ്ങള്, പക്ഷെ അതിൽ ഒരു ക്ലോസ് എന്ന് പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ അവർക്ക് അനുവാദമില്ല. ഞാൻ പറയട്ടെ, ഇന്ന് ഇന്ത്യയിലുള്ള ഏത് പൗരനും അവന് നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയിൽ പോകുവാനുള്ള ഒരു അനുവാദം, ഒരു അവകാശം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതില്ലാതെ വന്നപ്പോൾ അതിന് ഞങ്ങൾ ഈ പറഞ്ഞ അമെന്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യും. അതല്ലാതെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സമുദായത്തിന് എതിരായിട്ട് നിൽക്കുന്ന എല്ലാ ക്ലോസിനും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് കൃത്യമായ ഒരു സ്റ്റാൻഡാണ് എടുത്തത് കേരള കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ആ സ്റ്റാൻഡ് എടുത്തതും അതിനകത്ത് ചങ്കുറ്റത്തോടെ എടുത്തത് അത് തെറ്റായ ഒരു തീരുമാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ബാക്കി തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ക്ലോസുകളൊക്കെ ഒരു സമുദായത്തിന് എതിരായി വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ ബോർഡില് മുസ്ലിം മാത്രമേ കാണാൻ പാടുള്ളൂ, അവിടെ ഒരു ഹിന്ദുവിനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെ വെക്കാൻ പാടില്ല. അത് വെക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെ എതിർക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യത്തിലും നമ്മൾ ഫലപ്രദമായി നമ്മൾ ഇടപെടുവാൻ കഴിഞ്ഞു. ഇപ്പോൾ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്നത്, ഇത് കൊല്ലത്ത് ടെൻഡർ ചെയ്ത് മുന്നോട്ട് പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഏറ്റവും ആദ്യമേ ഈ പറഞ്ഞ കേരള സംസ്ഥാനത്ത് ആരും ഇതുമായിട്ട് സംസാരിച്ചില്ല. അത് പാർലമെന്റിൽ കൊണ്ടുവന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്നു ഈ വിഷയം കൊണ്ടുവന്നത്. അവിടെ കൃത്യമായി പറഞ്ഞു, ഇതൊരിക്കലും പാടില്ല, നമ്മുടെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതാണ്, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ശേഷം സമരങ്ങൾ നടത്തി. എന്താണ്, പരിസ്ഥിതി പഠനം പോലും നടത്താതെ ടെൻഡർ കൊടുത്തതിന് ശേഷം മന്ത്രി പറയുകയാണ് അത് കോൺട്രാക്ടർ ചെയ്തോളും, എടുത്തയാൾ ചെയ്തോളും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? പിന്നെ ഇത് ചെയ്യാൻ പാടില്ല. ഇനി ചെയ്താൽ പോലും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഈ പറയുന്ന ഖനനം നടത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക്? പക്ഷെ അവർക്ക് നമ്മൾ ഇടപെട്ടതുകൊണ്ട് ചെയ്യാൻ പാടില്ല ഒരു വശത്തുണ്ട്, ഇടപെട്ടുകൊണ്ട് റോയൽറ്റി കൊടുക്കാനുള്ള തീരുമാനം കേന്ദ്രം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴുള്ള വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യമേ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പോവുകയും ഇതുമായി ഇടപെടുകയും അങ്ങനെ നിരവധി ഇപ്പോൾ വന്യമൃഗത്തിന്റെ ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ ഡൽഹിയിൽ പോയതും ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, നമുക്കറിയാം ഈ കുട്ടനാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 28 രൂപ 20 പൈസ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 50 പൈസ 30 പൈസ കൂട്ടി. പക്ഷെ കേരള കോൺഗ്രസ് ഇടപെട്ട് അവിടെ 30 രൂപയ്ക്ക് ഈ ഇടപെട്ട് ഇത് പോരാ, 40 രൂപയാക്കണം. എവിടെയാണ് ഇതിന്റെ ഫണ്ട്? അതുവരെ ഇത് കാണിച്ചു കൊടുത്തു. ഇത് നമ്മൾ പറഞ്ഞാൽ പോരല്ലോ. ആ ഭൂമി തരം മാറ്റുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 1600 കോടി രൂപയോടെ ലഭിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന നെല്ലുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഇനി മണിക്കൂറുകളോളം പറയാൻ കാണും. പക്ഷേ ഒരു പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ ഒന്നും ചെറുതായിട്ട് കാണുന്നില്ല.
പക്ഷെ പ്രതിപക്ഷം എടുക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ, ഇപ്പൊ കടഖനനം അല്ലെങ്കിൽ വന്യമൃഗം യാത്ര, ഇതൊക്കെ നടത്തി, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ഈ 5 വർഷത്തിന്റെ ഇടയ്ക്കുള്ള ഓഡിറ്റിംഗ് എടുത്തു നോക്കിയാൽ ആരോപണം വന്ന് ആരോപണത്തിനെതിരെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള സമരങ്ങൾ, ആ വിവാദങ്ങൾ, ഈ പറയുന്ന എന്തെങ്കിലും കോൺട്രവേഴ്സി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് മാത്രം, വേണ്ടെന്നല്ല, അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പോകുന്നത്. അതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഇന്ന് കേരള കോൺഗ്രസ് ഏറ്റെടുക്കുകയും ഒരു സമരം നടത്തുകയല്ല, ഇടപെടലുകൾ നടത്തുകയല്ല, അതിന് പരിഹാര മാർഗം കൂടെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇതിന്റെ ഓഡിറ്റിംഗ് ഇന്ന് നടത്തിയ നമ്മുടെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് ഇത്രയും കാര്യങ്ങൾ കേരള കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല നേതാക്കന്മാരും പറഞ്ഞു അത് ആ തരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ആത്മപരിശോധന നടത്തണം, ഇത് ജനങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. പലങ്ങളും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ആ തരത്തിൽ ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തരത്തിലുള്ള ഒരു എന്താണ് ആത്മപരിശോധന നടത്തി ഒരു ചർച്ചയിലേക്കും എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. ഞങ്ങൾ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം നടത്തി തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്താകട്ടെ ഭരണപക്ഷത്താകട്ടെ എവിടെയാണോ നിൽക്കുന്നതും, പക്ഷെ എപ്പോഴും ഏത് കാര്യത്തിലും ഇപ്പൊ തെരുവുനായയുടെ വിഷയമുണ്ട്. ഏറ്റവും ആദ്യമേ തെരുവുനായരെ കൂട്ടിലടച്ചിക്കണം. ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറഞ്ഞാൽ ആ വന്യമൃഗ അല്ലെങ്കിൽ ആ ഡൊമസ്റ്റിക് ആനിമലിന് ഒരു ഉടമസ്ഥൻ ഉണ്ടാകണം. പക്ഷെ ആ ഉടമസ്ഥനില്ലെങ്കിൽ കൂട്ടിലടയ്ക്കണം. എംപിമാരുടെ കോൺഫറൻസിൽ മുഖ്യമന്ത്രി ഇരിക്കെ, മുഴുവൻ സെക്രട്ടറിമാരിരിക്കെ ഞാൻ അവരോട് പറഞ്ഞു, എന്താണ് ഈ പറയുന്ന കേന്ദ്രം വനവകുപ്പ് മന്ത്രി പറഞ്ഞു കാട്ടുപന്നിയെ അധികം കൊല്ലരുത്, കാരണം അത് നമ്മുടെ പുലിയുടെ ഇരയാണ്, അതിന്റെ ഭക്ഷണമാണ്. ഇവിടെ മറ്റുള്ള മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് തീറ്റ അകത്തിട്ട് കൊടുക്കണം. ഈ തെരുവ് നായകളെ പിടിച്ച്, ഞാൻ പറഞ്ഞതാണ്, പിടിച്ച് വനത്തിൽ കൊണ്ടേയാക്കണം, അവർക്ക് ഭക്ഷണമാകണം. അതൊരു സ്വാഭാവികമല്ലേ? ഒരു വനത്തിൽ എങ്ങനെയാണ് ഒരു മൃഗം ജീവിക്കുന്നത്? മറ്റു മൃഗങ്ങളെ പുലിയും സിംഹവും ഒക്കെ മറ്റു കടുവയും ഒക്കെ മറ്റു മൃഗങ്ങളെ കടിച്ചു കൊന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ജനകീയ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞു, ഞങ്ങൾ തുറക്കാത്ത അധ്യായമാണ് ഇവിടെ ചർച്ച കൊണ്ടുവന്നത്. അത് പല ചർച്ചകൾ പല രീതിയിലേക്ക് വന്നു, പക്ഷെ അതിന് ഉത്തരവും ഞാൻ പറഞ്ഞു. അതിനകത്ത് കേരള കോൺഗ്രസ് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടല്ലല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDFിൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാടിൽ തന്നെയാണ്, ഉറച്ചാണ്. അതുകൊണ്ട് ആ അജണ്ട, അങ്ങനെ ഒരു അജണ്ട, ഒരു നരേറ്റീവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ നമ്മൾ അതിന്റെ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, ഇത് ഈ പറയുന്ന അധ്യായം തുറക്കാത്ത ഒരു അധ്യായമാണല്ലോ, പിന്നെ എന്തിനു ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു എന്നുള്ളത്. ചവിട്ടി പുറത്താക്കിയപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും. ഞങ്ങളൊരു നിലപാട് എടുത്തല്ലോ. ആ നിലപാട് ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ചത് CPM ആണ്, ഇടതുപക്ഷമാണ്. അത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അത് എവിടെ പറയുന്നതിനും ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. അതിനകത്ത് ചേർത്ത് പിടിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ് ആയിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നിങ്ങൾ നടത്തുന്ന, മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സോണിയാഗാന്ധി ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കും? നിങ്ങൾ പറയുന്നു ഉണ്ടെന്ന്, ഞാൻ പറയുന്നു ഇല്ലെന്ന്. ഞാൻ ഇല്ല എന്ന് എങ്ങനെ തെളിയിക്കും?
കൃത്യമായി അല്ല ജാഥ ഞാനൊരു കാര്യം പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏത് പാർട്ടിയിൽപ്പെട്ടതാണെങ്കിലും ഏത് മുന്നണിയിൽപ്പെട്ടതാണെങ്കിലും ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഹൈന്ദവർ മാത്രമായി ബന്ധപ്പെട്ടല്ല, ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങൾ ചെന്നെത്തുന്നതാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ നടപടികൾ കൃത്യമായി സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ. സ്വീകരിച്ചത് എങ്ങനെയാ? ഇതിന് സ്പെഷ്യൽ കമ്മീഷനുണ്ട്, കോടതി തന്നെ വെച്ചിട്ടുണ്ട്. ആരെയാണ് വേണ്ടത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ആ ടീമിൽ ആര് വേണം? ഇന്ന് സംസ്ഥാന സർക്കാരിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥരെ വെച്ചു. അവരനുസരിച്ച് മുന്നോട്ട് പോകുന്നു. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ പലതരത്തിലേക്കും ചൂണ്ടി വേറെ സ്ഥലത്തേക്കല്ലേ ചെന്നെത്തുന്നത്. അപ്പോൾ ആമുഖമായി പ്രൈമാ ഫേസി ഒരാളെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ റിസൾട്ട് എന്താന്ന് വരട്ടെ. റിസൾട്ട് വരുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും അതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞത്. കേരള കോൺഗ്രസ് പാർട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അതനുസരിച്ചുള്ള മെസ്സേജ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതല്ല, ഇത് കൂടുതലല്ല, ഇതൊക്കെ ഏറ്റവും പ്രധാനമായ സോഷ്യൽ ഇഷ്യൂസാണ്. അത് കേരള കോൺഗ്രസിന്റെ സ്വഭാവമുള്ള ജനവിഭാഗങ്ങൾ മാത്രമല്ല. ഇപ്പൊ മുനമ്പം അല്ലെങ്കിൽ കടഖനനം ഒരുപക്ഷെ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശങ്ങളല്ല, ഞങ്ങൾ ഏറ്റെടുത്തതൊരു സോഷ്യൽ ജനകീയ ഇഷ്യൂ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഇഷ്യൂസ് ഏറ്റെടുത്തത് കൃത്യമായി അതിന്റെ റിസൾട്ട് ഇന്നതാണ് ചെയ്യേണ്ടതുമെന്നും നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകരും താഴെ തട്ടിച്ചെന്ന് എത്തിക്കേണ്ടതായിരുന്നു എന്നുള്ള വിമർശനമാണ് വന്നത്. ഞാനത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാനത് ഇടതുപക്ഷമായി സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ചിലപ്പോൾ ബില്ലുണ്ടാകാം, വോട്ടിംഗ് ഉണ്ടാകാം, അങ്ങനെ ഒരു സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. ഏതൊക്കെയാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും അങ്ങനെ വന്നാൽ ഇപ്പോൾ വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഉള്ളത് ഇവിടെയാണ്. പരസ്പരം അത് എങ്ങനെയാ മീഡിയക്കകത്ത് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നിങ്ങൾ തന്നെ അന്വേഷിക്കണം. നിങ്ങൾക്കറിയാം അതിന്റെ വ്യക്തമായത്. കേരള കോൺഗ്രസ് പാർട്ടിയിലൊന്നുമില്ല, ആരുമില്ല. ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, മറ്റൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരു സ്വീകാര്യതയുണ്ട്. ഞാനത് വലിയ പോസ്റ്റ് ചെയ്ത് പറയല്ല. ഞങ്ങളുടെ അധ്വാനമാണ്, മണിസാറിന്റെ അധ്വാനമാണ്. അതുകൊണ്ട് ഞങ്ങളെടുത്ത നിലപാട് വളരെ നീറ്റായിട്ട് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ അതായത് അങ്ങനെ എടുത്തേ പോയിട്ടുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.